നീണ്ട 57 ദിവസത്തെ ബേബി ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം പുഷ്പൻ ഇന്ന് മരണത്തിന് കീഴടങ്ങി. പല ഘട്ടത്തിലും പുഷ്പൻ മരണത്തെ തോൽപ്പിച്ച ആളാണ്. 94 നവംബർ 24 വെടികൊണ്ട് അതിനുശേഷം ഏതാണ്ട് 8 മാസത്തോളം മെഡിക്കൽ കോളേജിലും തുടർന്ന് ഇടയ്ക്കിടെ തലശ്ശേരി കോപ്പറേറ്റീവ്സിൽ അഡ്മിറ്റ് ആവാറുണ്ട്. പക്ഷേ പുഷ്പൻ്റെ മുകളിൽ ഒരു മേജർ സർജറി നടക്കുന്ന 2018 ബേബി മോർ ഡോക്ടർ ശൈലേഷ്. അന്നും നമുക്കടുത്ത ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ അന്ന് പുഷ്പൻ മരണത്തെ തോൽപ്പിച്ചു, തിരിച്ചു വന്നു. ആഗസ്റ്റ് 2 പുഷ്പൻ തലശ്ശേരിയിൽ നിന്ന് ബേബി മോറിലേക്ക് അദ്ദേഹത്തെ മാറ്റുന്നത്. കടിയക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പുഷ്പൻ ഒരിക്കലും ഒന്നിനു മുന്നിലും പതറിപ്പോകുന്ന ആളല്ല. വൈദ്യശാസ്ത്രം വിജയിക്കുകയും മരണം തോൽക്കുകയും പുഷ്പൻ അതിജീവിച്ച് വരികയും ചെയ്ത ഒരുപാട് ഘട്ടങ്ങളുണ്ടായിരുന്നു. പുഷ്പൻ്റെ സഖാക്കളെന്ന നിലയിൽ പുഷ്പൻ ഇത്തവണയും മരണത്തെ തോൽപ്പിച്ച് വരുമെന്നായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷ സ്ഥാനത്താക്കി. ഇന്ന് 3 സഖാവ് പുഷ്പൻ മരണത്തിന് കീഴടങ്ങി. പുഷ്പനുമായി ഏതാണ്ട് ഒരു 29 വർഷത്തെ സൗഹൃദം എനിക്കുണ്ട്. പുഷ്പൻ നിരാശയില്ലാത്ത മനുഷ്യനാണ്. ഒരു ഘട്ടത്തിലും അദ്ദേഹത്തെ നിരാശ ബാധിച്ച് ഞാൻ കണ്ടിട്ടില്ല. വെണ്ണംകുളയിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴുള്ള ബന്ധം മരണം വരെ സൂക്ഷിക്കാൻ കഴിഞ്ഞു. കൂത്തുപറമ്പ് വെടിവെപ്പിൽ വിദ്യാഭ്യാസ കച്ചവടത്തിനും അഴിമതിക്കുമെതിരായ സമരമായിരുന്നു. അന്ന് 5 പേർ കൊല്ലപ്പെട്ടുവെങ്കിൽ 3 പതിറ്റാണ്ടിന് ശേഷം സഖാവ് പുഷ്പൻ മരിച്ചു. കൂത്തുപറമ്പ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടുള്ള എണ്ണം 6 മാറി. പുഷ്പൻ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന, രാഷ്ട്രീയത്തെ ഗൗരവമായി കണ്ട, താൻ കിടക്കുന്ന ബെഡിൻ്റെ ഇടതുഭാഗത്തുള്ള TV-യിൽ ലോകം എപ്പോഴും കണ്ട വ്യക്തിയായിരുന്നു സഖാവ് പുഷ്പൻ. പുഷ്പൻ കേരളത്തിലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സഖാക്കൾക്ക് എപ്പോഴും ആവേശമായിരുന്നു. പുഷ്പനിൽ ഞാൻ കണ്ട പ്രത്യേകത, നിരാശ ഉളവാക്കുന്നതായ ഒരു കമൻറ്റും പുഷ്പൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. പകരം ഞങ്ങൾക്ക് ഊർജവും ആവേശവും പകരുന്ന കമൻറ്റുകൾ മാത്രമേ പുഷ്പൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളൂ. ആ പുഷ്പൻ ഇന്ന് ലോകത്തോട് പറഞ്ഞിരിക്കുകയാണ്. സ്പീക്കർ സൂചിപ്പിച്ചതുപോലെ തന്നെ സഹനത്തിന്റെ പ്രതീകമായിരുന്നു പുഷ്പൻ. ഇന്ന് 7 മണിക്ക് ആരംഭിക്കുന്ന പൊതുദർശനം നാളെ പുലർച്ചെ വരെ നീളും. തുടർന്ന് 8 മണിക്കാണ് വിലാപയാത്രയായി മൃതദേഹം കണ്ണൂരേക്ക് കൊണ്ടുപോവുക. ഈ പോകുന്ന വഴിയിലൊക്കെ പ്രവർത്തകർക്കും എല്ലാവർക്കും തന്നെ അന്ത്യാഭിവാദം അർപ്പിക്കാനുള്ള സാഹചര്യമുണ്ടാകും, അവസരമുണ്ടാകും. തുടർന്ന് തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനം, പിന്നീട് പുഷ്പന്റെ ജന്മനാടായ ചൊക്ലിയിലേക്ക് എത്തിക്കും. അവിടെയും പൊതുദർശനത്തിന് സൗകര്യമുണ്ടാകും. പിന്നാലെ വൈകിട്ട് 5:30 മണിയോടുകൂടി പുഷ്പന്റെ ജന്മനാടായ ചൊക്ലിയിലെ വീടിന് തൊട്ടടുത്തുള്ള വീട്ടുപറമ്പിനോട് ചേർന്നായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുക. അനുജ, ശയ്യാവലംബി ആയിരിക്കുമ്പോഴും പാർട്ടി പ്രവർത്തകർക്ക് എപ്പോഴും മാതൃകയും ഊർജവുമായിരുന്നു സഖാവ് പുഷ്പൻ എന്നാണ് സ്പീക്കർ എൻ ഷംസീർ അനുസ്മരിച്ചത്.